വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ അകത്തേക്ക് കയറുന്ന വിഷ്ണു ആണെങ്കിൽ അബൂബക്കറിനെ കാണുന്നുണ്ട്. ആകെ ദേഷ്യത്തിൽ വിഷ്ണു ആണെങ്കിൽ അബൂബക്കറിനും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ സെറ്റിയിലേക്ക് ഇങ്ങനെ അബൂബക്കർ വീഴുകയാണ്. വിഷ്ണു ഇങ്ങനെ ഷർട്ടിൻ്റെ കോളറിന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കുള്ളത് വളയാത്ത നട്ടെല്ല് തന്നെയാണ്, പക്ഷെ നിനക്ക് നട്ടെല്ല് ഉണ്ടോ എന്ന് പോലും സംശയമല്ലേടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തൻ്റെ കയ്യിലെ വള ഇങ്ങനെ ഊരിയിട്ട് ആ വിരലുകൾക്കിടയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തല്ലാനായിട്ട് ഇങ്ങനെ ഓങ്ങുന്നുണ്ട്. പക്ഷെ അത് തല്ലുന്നോ ഇല്ലയെന്ന് കാണിക്കുന്നില്ല. പക്ഷേ രാഘവൻ നായരോ സത്യഭാമയോ അവിടെ തടുക്കുമായിരിക്കും. അതിനുശേഷം അബൂബക്കർ അവിടെ നിന്നും പോകുന്നുണ്ട്. ആകെ പേടിച്ചാണ് പോകുന്നത്. അന്നേരം വിഷ്ണു ഇങ്ങനെ അപ്പുറത്തെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ ആ സദ്യയൊക്കെ അബൂബക്കർ തട്ടിക്കളഞ്ഞല്ലോ, അതൊക്കെ നോക്കി ഇങ്ങനെ ആകെ സങ്കടത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ഒരു ഭാമയുടെ വിഷമം വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. വിഷ്ണുവിന് നല്ല വിഷമം തോന്നുകയാണ്. അപ്പോൾ അമ്മ അത് കഴിച്ചു എന്നുള്ളതോ വിഷ്ണുവിടെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. അതിന് ശേഷം കാണിക്കുന്നത് നൂറിൻ്റെ അടുത്ത് പിന്നെ ശാരദാമ്മ പറയുന്നുണ്ട്, അന്ന് രാത്രി നസീറിനെ ഇവിടെ വെച്ച് കണ്ട കാര്യം നൂറാണെങ്കിൽ ഒരു കാരണവശാലും അനൂപിനോട് പറയരുത് എന്നിങ്ങനെ വളരെ രഹസ്യമായിട്ടാണ് ശാരദാമ്മ പറയുന്നത്. അന്നേരം തൊട്ടപ്പുറത്ത് നിന്ന് ശാരികയാണെങ്കിൽ ഇതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അന്നേരം നൂറിങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ ശാരദാമ്മയെ. അത് ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം വിഷ്ണു കുടുംബശ്രീയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ അവസാനിക്കണമെങ്കിൽ നസീർ തിരിച്ചു വരണം, അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം നസീർ എവിടെ എന്നുള്ളത് കണ്ടെത്താനായിട്ട് ശാലിനി ഇങ്ങനെ ശ്രമിക്കും. അപ്പോൾ അവസാനം ഈ വീട്ടിലേക്ക് തന്നെ വന്നെത്തുമായിരിക്കും. ശാരദാമ്മയിലേക്കും ഗോപാലകൃഷ്ണനിലേക്കും ഒക്കെ വന്നെത്തുമായിരിക്കും. എന്താണെന്നുള്ളത് ബാക്കി എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. എന്തായാലും നസീറിൻ്റെ ആ ഒരു ഇത്ര നാളായി നസീറിൻ്റെ ആ ഒരു അന്വേഷണം ഇനി ഒരു എൻഡിലേക്ക് തന്നെ എത്തും. അത് കാണാം. ഓക്കെ, താങ്ക് യു.